ജിബിൻ, ശ്രീകോവിലെ പുണ്യതീർത്ഥം അവിടെ തളിക്കുന്നതോടെ നിവേദ്യം അത് ദേവിക്ക് സമർപ്പിച്ചു എന്ന് വിശ്വസിച്ച് ഓരോരുത്തരും മടങ്ങുകയാണ്. നിലവിൽ അവിടുത്തെ കാഴ്ച എങ്ങനെയാണ്? ഭക്തരൊക്കെ മടങ്ങുന്ന തിരക്കിലാണോ? അത് തന്നെയാണ് കാരണം. അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാലി അർപ്പിച്ച് അവരുടെ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ടുള്ള ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ചു. അമ്മയുടെ മുന്നിൽ ഇനി അമ്മയൊന്ന് നേരിട്ട് കണ്ട ശേഷം തിരികെ മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ചേച്ചി, ഇപ്പോൾ പൊങ്കാലി അർപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ കാത്തിരിപ്പാണ്. എങ്ങനെ കാണുന്നു അത്? സന്തോഷം. എല്ലാവരുടെയും പ്രാർത്ഥന അമ്മ കേൾക്കട്ടെ. എല്ലാവർക്കും അവർ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം സാധിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളും. എത്രാമത്തെ തവണയാണ് പൊങ്കാല ഇടുന്നത്? മൂന്നാമത്തെ പൊങ്കാലയാണ്. അമ്മ എല്ലാ വർഷവും ഇടാറുണ്ട്. കുടുംബമായിട്ടാണ് എത്തിയത്? അതെ, അമ്മയായിട്ടാണ് വന്നത്. ഫ്ലാറ്റിലെ ചേച്ചിമാരും ഉണ്ട്. എല്ലാവരും ഒന്നിച്ചാണ് വന്നത് എറണാകുളത്തുനിന്ന്. അങ്ങനെ ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമ തിരക്കുകൾക്കിടയിലായാലും സീരിയലിൻ്റെ തിരക്കുകൾക്കിടയിലായാലും അവർ ഈ ആറ്റുകാലമ്മ എന്ന് പറയുന്ന അമ്മയുടെ മുന്നിലൊന്ന് പൊങ്കാല അർപ്പിക്കുക എന്നുള്ളത് ഇവരുടെ എല്ലാവരുടെയും കാലങ്ങളായുള്ള ഒരു കാത്തിരിപ്പാണ്. അത് തന്നെയാണ് ഇപ്പോൾ റെനീഷ് കൂടി ചേരുകയാണ്. ഇപ്പോൾ ആദ്യത്തെ പൊങ്കാലയാണ് ഇത്? അതെ അതെ, ആദ്യത്തെ പൊങ്കാലയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പൊങ്കാല ഇടാമെന്നുള്ള ഒരു ആഗ്രഹം വന്നത്? മനസ്സിൽ തോന്നി. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ട്രിവാൻഡ്രം വന്നു പോകുന്നുണ്ടെങ്കിൽ പോലും പൊങ്കാല സമയത്ത് അധികം ഇവിടെ ഉണ്ടാവാറില്ല. ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ ഷൂട്ടിൽ ബ്രേക്ക് ആണെങ്കിൽ ഞാൻ പാലക്കാട് പോകാറുണ്ട്. പക്ഷേ ഇത്തവണ എൻ്റെ പുതിയ സെറ്റിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. 3-ാം തീയതി പൊങ്കാലയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, 3-ാം തീയതിയാണോ, എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, കിറ്റൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? അപ്പോൾ ദേവി ഒരുപക്ഷെ എന്നിൽ തോന്നിപ്പിച്ചതായിരിക്കാം. പ്രത്യേക ആഗ്രഹമോ പ്രാർത്ഥനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാരണം ആറ്റുകാലമ്മ എന്ന് പറയുന്ന ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും സാധിക്കപ്പെടുമെന്നുള്ളതാണ് ഒരു വിശ്വാസം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ടോ? കിട്ടിയിരുന്നോ? അങ്ങനെ പ്രത്യേക ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യവും നടക്കും, അതുപോലെ നമുക്ക് വരാൻ പോകുന്ന ആപത്തിനെ അമ്മ തടുക്കുമെന്ന്. അപ്പം ഞാൻ 1-2 കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് പൊങ്കാല ഇങ്ങനെ വരുന്ന സമയത്ത് പ്രാർത്ഥിച്ചത്. അത് നടക്കില്ല എന്നുള്ള അടുത്ത വർഷത്തിനുള്ളിൽ നോക്കാം. എന്നിട്ട് ഞാൻ ഇതേപോലെ തന്നെ വരികയും ചെയ്യും. അത് തന്നെയാണ് ജിക്ക്. എന്തായാലും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊങ്കാല എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിവരം നൽകിയത് SS കോവിൽ റോഡിൽ നിന്നാണ്. അവിടെ നിന്ന് ഭക്തരൊക്കെ മടങ്ങി പോവുകയാണ്. എല്ലാം അമ്മയിൽ അർപ്പിച്ചുകൊണ്ട്, പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട്, ആഗ്രഹങ്ങൾ അർപ്പിച്ചുകൊണ്ട്, ധൈര്യത്തോടെ അമ്മ നോക്കിക്കൊള്ളുമെന്ന ധൈര്യത്തോടു കൂടി ആറ്റുകാലമ്മയ്ക്ക് നിവേദ്യം അർപ്പിച്ചുകൊണ്ട് ഭക്തർ മടങ്ങുകയാണ്. തലസ്ഥാന നഗരി അതിന്റെ തിരക്കിലേക്ക് കൂടി മാറുന്നു. ഇപ്പോൾ സ്മിത ഹരിദാസ് കൂടി ചെയ്യുന്നു. സ്മിത, ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം. അമ്മയെ ദർശിക്കുക, അമ്മയ്ക്കൊരു ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുക എന്നുള്ളത്. അത് പൊങ്കാല അർപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് അവരുടെ വിഷമങ്ങൾ, ഓരോ മനുഷ്യനും പല രീതിയിലുള്ള വിഷമങ്ങളുണ്ട്, പല രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം പറയാനും ഇതെല്ലാം നമുക്ക് സമർപ്പിക്കാനും ഒരു ദൈവമുണ്ട്, അല്ലെങ്കിൽ സമർപ്പിക്കാൻ ഒരു അമ്മയുണ്ടെന്ന വിശ്വാസത്തിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട്, അവരുടെ വിഷമങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, വേദനകൾ സമർപ്പിച്ചുകൊണ്ട്, ആകുലതകൾ സമർപ്പിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് ധൈര്യമായി പോകാനുള്ള ധൈര്യം സംഹരിച്ചുകൊണ്ട് ഭക്തർ മടങ്ങുകയാണോ സ്മിത അവിടെ നിന്ന്? സുഹൈൽ, ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് നേരത്തെ പണ്ടാര അടുപ്പുണ്ടായിരുന്ന സ്ഥലത്ത്. ആ അടുപ്പെല്ലാം ഇവിടുന്ന് മാറിയിരിക്കുന്നു. ഇനിയിപ്പോൾ ദീപാരാധനയാണ്. ഇന്ന് ചന്ദ്രഗ്രഹണമായതുകൊണ്ട് 3:10 നടയടയ്ക്കണം, ദേവിയുടെ നടയടയ്ക്കണം. അതിനു മുൻപ് ദീപാരാധന, അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. പച്ചപ്പന്തലിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ സുഹൈൽ, മറ്റേ ഓരോ ഭക്തജനങ്ങളും പറയുന്ന ഒരു കാര്യമുണ്ട്. അവർക്കൊരു പ്രതീക്ഷയുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ആപത്തുകളൊന്നും വരുത്തില്ല, ആപത്തുകൾ ഒഴിഞ്ഞു പോകും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം തന്നെയാണ് അല്പസമയം മുൻപ് ഈ നിവേദ്യ സമർപ്പണം പൂർത്തിയായി കഴിയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ്, മുകളിൽ നിന്ന് ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഒരു കാലം എത്രത്തോളം വേദനിപ്പിക്കുന്ന, എത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു കാലമാണ്. ആകാശത്ത് നിന്ന് വീഴുന്നത് എന്താണ് എന്നുള്ള ഭയത്തോടെ ജീവിക്കുന്ന മനുഷ്യരാണ്. അത് നമ്മുടെ ഒരു നാട്ടിൽ മാത്രമല്ല, ലോകം മുഴുവനുമുള്ളവർ അങ്ങനെ ആശങ്കപ്പെടുന്ന ഒരു കാലത്ത് ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതൊരു സമാധാനത്തിൻ്റെ പുഷ്പവൃഷ്ടിയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഓരോ ആഘോഷങ്ങളും ഓരോ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ തന്നെ എല്ലാ മനുഷ്യരെയും ഒന്നിച്ചു നിർത്താനായിട്ട്, അത് മനുഷ്യർ പരസ്പരം തമ്മിൽ പോരടിക്കുമ്പോൾ, രാജ്യങ്ങൾ പരസ്പരം യുദ്ധം നടത്തുമ്പോൾ, അങ്ങനെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ ഇത്തരം വിശ്വാസങ്ങൾ ആറ്റുകാലമ്മയുടെ നടക്കിൽ നിന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുമ്പോൾ അവനവന് വേണ്ടി മാത്രമല്ലാതെ ലോകം മുഴുവൻ ശാന്തി ഉണ്ടാകണം എന്നുള്ളൊരു പ്രാർത്ഥന, അതത്ര ഉദാത്തമായൊരു ഭാവനയാണ്. ആ പുഷ്പവൃഷ്ടി നടത്തിയപ്പോൾ
ചിന്തിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഈ കെട്ടകാലത്തിൽ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിനെ അകറ്റി നന്മയിലേക്ക് വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു ദേവി എന്നുള്ള ഒരു സങ്കല്പമാണ്. അത് എല്ലാ ദൈവ സങ്കല്പങ്ങളിലും എല്ലാ ആഘോഷങ്ങളിലും നമ്മൾക്ക് കാണാൻ കഴിയും. ഇരുള് മാറണം, ഇരുട്ടിനെ അകത്തിയിട്ട് വെളിച്ചം വരണം. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞു പോകുന്ന കെട്ടകാലത്തിന് അകത്തുന്ന പുഷ്പവൃഷ്ടി ആകാശത്ത് നിന്നുണ്ടാകുമ്പോൾ അതൊരു വല്ലാത്ത പ്രതീക്ഷയാണ്, ഒരു വിശ്വാസമാണ്. ആ ഒരു കാഴ്ചയ്ക്കും നമ്മൾ സാക്ഷിയായി എന്നുള്ളതാണ്. ഇനി അല്പസമയത്തിനകം തന്നെ കൃത്യം 3:10 ദീപാരാധനയ്ക്ക് ശേഷം ദേവിയുടെ നട അടയ്ക്കും. പിന്നെ വൈകിട്ട് 7 മണിക്കാണ് നട തുറക്കുക. ഭക്തർക്ക് പിന്നീട് ദർശനത്തിന് അപ്പോഴാണ് സമയം ഉണ്ടാവുക. ഇന്നിപ്പോൾ ഉത്സവം തീർന്നിട്ടില്ല, നാളെയാണ് ഉത്സവം തീരുക. കുറേ ചടങ്ങുകൾ ബാക്കിയുണ്ട്. കുത്തിയോട്ടമുണ്ട്, അതുപോലെ താലപ്പൊലിയുണ്ട്, ദേവിയുടെ നഗരപ്രദക്ഷിണമുണ്ട്. അതിന് കുത്തിയോട്ടത്തിനുള്ള കുട്ടികൾ ദേവിക്കൊപ്പം പോകും. ഭടന്മാരാണ്, മഹിഷാസുരമർദ്ദിനിയുടെ ഭടന്മാരാണ് കുത്തിയോട്ടത്തിനെത്തുന്നത് എന്നാണ് ആ ഒരു വിശ്വാസം. അവർ ഇന്ന് എല്ലാ നമസ്കാരങ്ങളും പൂർത്തിയാക്കി, 1008 നമസ്കാരങ്ങളും പൂർത്തിയാക്കി ദേവിക്കൊപ്പം പോകും. അത് കഴിഞ്ഞ് നാളെ രാവിലെയാണ് ദേവി തിരിച്ച് നഗരപ്രദക്ഷിണം കഴിഞ്ഞ് എത്തുക. അപ്പോൾ അവർ തിരിച്ചെത്തുന്നു. അതിനുശേഷം നാളെ രാത്രിയോടെയാണ് ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയാവുക. കാപ്പ് കെട്ടി കുടിയിരുത്തിയ ദേവിയുടെ കാപ്പ് അഴിക്കുന്നു. 2 കാപ്പുകളും മേൽശാന്തിയുടെ കയ്യിലുള്ള കാപ്പും അഴിച്ചു വയ്ക്കുന്നു. പിന്നെ 1 വർഷം നീണ്ട കാത്തിരിപ്പാണ് അടുത്ത പൊങ്കാല ദിനത്തിനായി, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്താനായി. എത്ര ദൂരങ്ങളിൽ നിന്നാണ് ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളതെന്നറിയാം. അത് മലയാളികൾ മാത്രമൊന്നുമല്ല, പല ഭാഷകളിലുള്ളവർ, പല ദേശക്കാർ, അവരെല്ലാം ഒരേ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത്, ഒരേ ഒരു പ്രതീക്ഷയുടെ പുറത്ത് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് നമ്മൾ കണ്ടു. അത് സ്ത്രീകൾ മാത്രമല്ല, സ്ത്രീകൾക്കൊപ്പമുള്ള ഭക്തർ, അത് പുരുഷന്മാരായ ഭക്തന്മാർ, കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഇങ്ങനെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ആറ്റുകാൽ എന്ന് പറയുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ തരത്തിലും നാനാജാതി മതസ്ഥർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് കാണാം. ആതിഥ്യമരുളാനായിട്ട് ആതിഥേയർ മത്സരിക്കുന്ന കാഴ്ച കാണാം. രാത്രിയൊക്കെ എല്ലാം അവരവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം അങ്ങനെ വെച്ചിട്ട് ദേവിയെ തൊഴാനൊക്കെ എല്ലാവരും പോകുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു കുളിർമയാണ് മനസ്സിന്. ഒന്നും ആരും മോഷ്ടിക്കാനും ഒന്നും നിൽക്കില്ല ഇന്നത്തെ ദിവസം. ആ രാത്രിയിലാണെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെ ഒരു പേടിയുമില്ലാതെ രാത്രിയിൽ കൂട്ടം കൂടി സ്ത്രീകൾ ഇങ്ങനെ നടന്നു പോകുന്നു. അവർ വഴിവാണിഭങ്ങളിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നു. ഓരോ പരിപാടികൾ, കലകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടക്കുന്നു. അത്രയും മനോഹരമായ കാഴ്ചയാണ്. രാത്രിയില്ല, ആറ്റുകാൽ പൊങ്കാലയുടെ തലേന്ന് ഇവിടെ രാത്രിയില്ല എന്നാണ് നമ്മളുടെ അനുഭവം. ഇത്തവണ കൂടുതൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതിനും നമ്മൾ സാക്ഷിയായി. ഇനിയിപ്പോൾ ദേവിയെ തൊഴുത് ദർശിച്ച് പൊങ്കാല സമർപ്പണം പൂർത്തിയായിരിക്കുന്നു. അവർ പതിയെ ഇനി നഗരം വിടാനുള്ള ഒരു തിരക്കിലായിരിക്കും. അതും വലിയൊരു കാഴ്ചയാണ്. നമുക്കറിയാം, ഇത് കഴിഞ്ഞ അല്പസമയത്തിനകം തന്നെ ഈ ചുടുകട്ടകളെല്ലാം മാറി നഗരം അത്രയും ഭക്തർ ഓരോരുത്തരായി മടങ്ങുകയാണ്. എല്ലാം ദേവിയിൽ അർപ്പിച്ചുകൊണ്ട് മടങ്ങുന്നു. ഇന്ന് 3 മണി തൊട്ട് 7 മണി വരെ ദർശനത്തിന് സൗകര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ നിവേദ്യം അർപ്പിച്ച് ദേവി അവസാനമായി കണ്ട് ദർശനം നടത്താൻ 3:10 വരെയാണ് സമയമുള്ളത്. അതിനിടയിൽ തന്നെ വിശ്വാസികളെല്ലാം ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന തിരക്ക് നമ്മൾക്ക് കാണാം. അതേപോലെ തന്നെ നിവേദ്യം അർപ്പിച്ച് വീടുകളിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന ഭക്തരെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇപ്പോൾ റിനു കൂടി നമ്മളും ചെയ്യുന്നു. റിനു, ഈ പറഞ്ഞതുപോലെ ഒരുക്കങ്ങൾ, നൈവേദ്യം അർപ്പിച്ചു. ഇനി അടുത്ത വർഷം ദേവിയെ കാണാനാകുമെന്ന പ്രതീക്ഷയിൽ, അവരുടെ പ്രാർത്ഥനകൾക്ക് ഫലം കാണുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ ഭക്തരൊക്കെ മടങ്ങുകയാണ്. ഈ മടങ്ങുന്ന ഭക്തർ പറയുമ്പോൾ ലക്ഷക്കണക്കിന് ഭക്തരുണ്ട്. എല്ലാ ജില്ലകളിലേക്കും പോകുന്നവരുണ്ട്. അവരുടെ യാത്രാ സൗകര്യങ്ങളടക്കമൊക്കെ പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ റിനു? സുഹൈൽ, വ്രതശുദ്ധിയുടെ ആത്മസമർപ്പണം അങ്ങനെ തന്നെ നമുക്ക് പറയാം. ഇനി അടുത്ത വർഷം വീണ്ടും ദേവിയുടെ നടയിലെത്തി പൊങ്കാല സമർപ്പിക്കാമെന്നുള്ള വിശ്വാസത്തോടുകൂടി ജനസാഗരം ഇതാ തിരികെ മടങ്ങുകയാണ് അനന്തപുരിയിൽ നിന്ന്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. കാരണം ഏറ്റവും പ്രധാനം നമുക്ക് എടുത്തു പറയേണ്ടുന്നത് ഈ തിരുവനന്തപുരത്തിന്റെ സവിശേഷത. കാരണം പൊങ്കാല അർപ്പിക്കുവാൻ സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, ഒപ്പം രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ തിരുവനന്തപുരത്തേക്ക് ജനങ്ങൾ എത്തും. ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ കണ്ടതാണ്. പാളയം ഇമാമിന്റെ ആ ഒരു പ്രഖ്യാപനം. അത്തരത്തിൽ യഥാർത്ഥത്തിലുള്ള ഒരു കേരള സ്റ്റോറി അത് തിരുവനന്തപുരത്താണ് ഈ ദിവസം നടന്നത് എന്ന് നമുക്ക് പറയാം. പൊങ്കാല സമർപ്പിച്ച് നിവേദ്യം സമർപ്പിച്ച ഒരു യാഗശാലയാക്കി മാറ്റിയ അനന്തപുരി, അതിനുശേഷം ഭക്തജന ലക്ഷങ്ങൾ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ്. ഇവർക്ക് തിരികെ വീട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി അധിക സർവീസുകൾ KSRTCയുടെ തിരുവനന്തപുരം ജില്ലയിലെ ഒട്ടുമിക്ക ഡിപ്പോകളിൽ നിന്നും അധിക ബസ്സുകൾ എത്തിച്ച് രാവിലെ മുതൽക്ക് തന്നെ മറ്റെങ്ങോട്ടും സർവീസ് നടത്താതെ കാത്തിരിക്കുകയാണ് അവർ.
തിരികെ വീടുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ലയനായി റോഡിന്റെ വശങ്ങളിലുണ്ട്. ഇവരെയും കൂട്ടി ഇപ്പോൾ ഈ പ്രാദേശിക മേഖലകളിലടക്കം ഈ ബസ്സുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. പ്രത്യേക ട്രെയിൻ സർവീസും സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അധിക ട്രെയിൻ സർവീസുകളും ഭക്തർക്ക് തിരികെ മടങ്ങുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ സൗജന്യ യാത്രകൾ, മറ്റ് ടെമ്പോ ട്രാവലറുകളെല്ലാം തന്നെ സൗജന്യ യാത്രകൾ, അല്ലാതെ കാശ് മുടക്കി തന്നെ ഇവർ വരുന്ന കാഴ്ച. ഇങ്ങനെ നാനാ മതസ്ഥരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പൊങ്കാല സമർപ്പിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ യാഗശാലയാക്കി മാറ്റി ഭക്തജനങ്ങൾ മടങ്ങുമ്പോൾ ഈ കല്ലും കട്ടയും ഇവർ കൊണ്ടുവന്ന വിറക് കഷ്ണങ്ങളും പേപ്പറും പ്ലാസ്റ്റിക്കും ഇതെല്ലാം ഈ റോഡിൽ ഉപേക്ഷിച്ചാണ് ഇവർ മടക്കുന്നത്. അതിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. അതിനൊരു സംവിധാനം നഗരസഭ അല്പസമയത്തിനകം, അതായത് ഒരു വശത്ത് നിന്ന് ഈ ഭക്തജന ലക്ഷങ്ങൾ മടങ്ങുമ്പോൾ ആ മറുവശത്ത് നിന്ന് ഈ ശുചീകരണം മിനിറ്റുകൾക്കകം, നിമിഷങ്ങൾക്കകം ആ റോഡിനെ പഴയ രൂപത്തിലേക്കാക്കി മാറ്റുന്നു. അത് നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളാണ്. ഒപ്പം മറ്റ് സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകൾ, വോളണ്ടിയർമാർ എല്ലാവരും അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. കൃത്രിമ മഴ അടക്കം പെയ്യിപ്പിച്ചുകൊണ്ട് നഗരസഭ ഈ നഗരത്തെ നിമിഷങ്ങൾക്കകം തന്നെ ശുചീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച. അത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു കാഴ്ചയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. കാരണം ഈ പൊങ്കാല അർപ്പിച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ നഗരസഭയുടെ ശുചീകരണ പ്രവർത്തകരും വോളണ്ടിയർമാരും ഓരോ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ഓരോ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് ചുമതല നൽകിക്കൊണ്ട് അവിടെ സജ്ജീകരിച്ചിരിക്കും. അവർ ഈ പൊങ്കാല അർപ്പിച്ച് പോകുന്നതിന് അല്പസമയത്തിനകം തന്നെ ഈ കട്ടകളും അതുപോലെ തന്നെ മറ്റ് മാലിന്യങ്ങളും എല്ലാം തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്യും. ഏറ്റവും പ്രധാനം നമുക്കറിയാം, കഴിഞ്ഞ ഇടതുപക്ഷ ഭരണസമിതി വീടുകൾക്ക്, സാധാരണക്കാർക്ക് വീട് വയ്ക്കുവാൻ വേണ്ടി ഈ പൊങ്കാലക്കല്ലുകൾ നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ഇത്തവണ വന്ന BJP ഭരണസമിതിയും ആ ഒരു തീരുമാനത്തിലേക്ക് തന്നെ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഇഷ്ടികകൾ ശേഖരിച്ച് ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം ഈ അപേക്ഷകൾ സ്വീകരിച്ച നിർധരരായിട്ടുള്ള കുടുംബങ്ങൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടി ലൈഫും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭവന പദ്ധതിയിലൂടെയൊക്കെ തന്നെ വീട് വെക്കുന്നതിന് വേണ്ടി നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നില്ല ഭരണസമിതി, പക്ഷേ ഇപ്പോൾ അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നു. എന്തായാലും ഈ അനന്തപുരിയുടെ ആകാശം മുഴുവൻ സമത്വത്തിന്റെയും അതുപോലെ തന്നെ വിശ്വാസത്തിന്റെയും ഒക്കെ തന്നെ പുക കൊണ്ട് മൂടി അതിനുശേഷം യാഗശാലയാക്കി മാറ്റി അതിനുശേഷം ഇതാ ഭക്തജന ലക്ഷങ്ങൾ തിരികെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. യാഗശാലയായി മാറിയ തലസ്ഥാനം പതിയെ പഴയ നിലയിലേക്ക് പോവുകയാണ്. ഭക്തർ അമ്മയ്ക്ക് മുമ്പിൽ എല്ലാം സമർപ്പിച്ച് മടങ്ങുന്നു. അതിവേഗത്തിൽ തന്നെ ഈ പറഞ്ഞ നേരത്തെ ആറ്റുകാൽ പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞ നഗരത്തെ വളരെ വേഗത്തിൽ പഴയ നിലയിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും, അങ്ങനെ മെക്കാനിസം പണ്ട് മുതൽ അവിടെയുണ്ട്. ആ മെക്കാനിസം കൃത്യമായി അവിടെ നടപ്പിലാകുന്നു. ഈ പറയുന്ന ഭക്തജനങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് അർപ്പിച്ച് പൊങ്കാല അർപ്പിച്ച അടുപ്പിന്റെ ഇഷ്ടികൾ പോലും അതൊരു മാനവികതയുടെ ഉയരങ്ങളിലേക്ക് മാറുന്നു. ആ ഇഷ്ടികൾ പാവപ്പെട്ടവർക്ക് വീടാകുന്നു. നടക്കമുള്ള ഒരുപാട് തലങ്ങളുള്ള ഒരു ആറ്റുകാൽ പൊങ്കാലയായി മാറുന്ന ഒരു ഉത്സവമായി മാറുന്നു ആറ്റുകാൽ എന്ന് പറയേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.